ശരീരം വേണമെന്ന് ഇപ്പൊ അമ്മ സംഘടനയുടെ ഒത്തിരി ആൾക്കാരിയ്ക്കുന്നു. ഇടവേള ബാബു കറക്റ്റ് ഞാൻ പറഞ്ഞു തരാം. അദ്ദേഹം എന്നോട് പറഞ്ഞ ശരീരത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ്. അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അമ്മയിൽ കയറുകയും ചെയ്യാം. 1.5 ലക്ഷം രൂപയൊന്നും വേണ്ട, അല്ലെങ്കിൽ ക്യാഷ് അടച്ചിട്ട് കയറണം. സംസ്ഥാന സർക്കാരിനെതിരെ എന്തെങ്കിലും പറയാൻ ഞാൻ തയ്യാറില്ല. പക്ഷേ ഈ പേജുകൾ എങ്ങനെയാണ് ഒഴിവാക്കപ്പെട്ടത്, എന്തുകൊണ്ട് ഒഴിവാക്കി എന്ന വിശദീകരണം സർക്കാർ നൽകേണ്ടി വരും. കാസനോ എന്നുള്ള മൂവിയിൽ ഫസ്റ്റ് വരുമ്പോഴേക്കും ഈ 13 വയസ്സിൽ ചെയ്ത പാട്ട് വഴിയാണല്ലോ ഞാൻ വരുന്നത്. അപ്പം ഈ ഒരു മൂവി ഇൻഡസ്ട്രി ആയിട്ട് എനിക്ക് എക്സ്പോഷർ വരുന്നത് 15 വയസ്സിലാണ്. 15 വയസ്സിൽ വരുന്ന എനിക്ക് എൻ്റെ അടുത്ത് ഫസ്റ്റ് അപ്രോച്ച് ചെയ്യുന്ന ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടർ വാസ് 32 or 35 years old. ശരിക്കും ഈ ഒരു ന്യൂസും കാര്യങ്ങളും പൊങ്ങി വരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമാണ്. മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെയും പേര് വരെ ന്യൂസിലൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ അതുപോലെ കുറേ ആളുകളുടെ പേര് വന്നിട്ടുണ്ട്. പിന്നെ കുറേ കോഡ് നെയിംസും വന്നിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മെയിൻ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ പോയേക്കാം. ഇപ്പൊ പല രീതിയിലുള്ള കോൺട്രവേഴ്സിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ മാത്രമല്ല, പണ്ട് നടന്ന കുറെ ഇഷ്യൂ ഒക്കെ ഇപ്പൊ പൊങ്ങി വരുന്നുണ്ട്. ഇടവേള ബാബു, ഗണേഷ് കുമാർ, അങ്ങനെ കുറെ പേരുടെ കാര്യങ്ങൾ ഇപ്പൊ പറയുന്നുണ്ട്. തിലകന്റെ മകളുടെ വെളിപ്പെടുത്തലൊക്കെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയും തിലകനുമായിട്ടുള്ള ഇഷ്യൂ ഒക്കെ ഇപ്പൊ പൊങ്ങി വരുന്നുണ്ട്. പക്ഷെ ഇതിനെക്കുറിച്ചൊരു പ്രതികരണവും മമ്മൂക്ക പറഞ്ഞിട്ടില്ല. ഇതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ തുടക്ക ഭാഗം. The sky is full of mysteries with twinkling stars and the beautiful moon. But scientific investigation revealed that the stars do not twinkle nor does the moon look beautiful. ശരിക്കും അവർ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. മിന്നുന്നതെല്ലാം പൊന്നല്ല. നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നതും ആരാധിക്കുന്നതുമായ താരങ്ങളൊക്കെ നമ്മൾ വിചാരിക്കുന്ന ആളുകൾ അല്ലെന്ന് തന്നെയാണ് ഇതിൽ പറയുന്നത്. ഈ ഒരു കമ്മിറ്റി റിപ്പോർട്ടിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് ഒരു വാക്കാണ്: അഡ്ജസ്റ്റ് ആൻഡ് കോംപ്രമൈസ്. ഇപ്പോൾ ഒരു ആക്ടർ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ വരുന്ന വാക്കുകളാണ് ഇതെല്ലാം. ഈ ഒരു സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. മലയാളത്തിൽ പറഞ്ഞാൽ കൂടെ കിടക്കണം. സത്യം പറഞ്ഞാൽ ഇത് വലിയ കുഴപ്പമില്ലാതെ ചെയ്യുന്നവരും കാണും. കാരണം വലിയ രീതിയിൽ ഒരു നടിയാക്കാമെന്ന് പറയുമ്പോൾ അതിൽ വീണു പോകുന്നവരും കാണുമല്ലോ. അങ്ങനെയുള്ള ആളുകളുടെ പേര് ഓരോ കോഡ് നെയിംസ് ആയിട്ട് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഡാൻസർ ഗോഡ്നസ്, CT ഹൈ റേഞ്ച്, കമ്പോസർ, മുല്ല, RJ, ഇങ്ങനെ കുറേ കോഡ് നെയിംസ് വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇത് സമ്മതിക്കാതെയുള്ള നടിമാർ കാണുമല്ലോ, അവരെ ശരിക്കും സിനിമയിൽ ബാൻ ചെയ്യുന്ന രീതിയിലാക്കി കളയെന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത്. അങ്ങനെ ചെയ്യുന്നത് 15 പേരടങ്ങുന്ന പവർ ടീം എന്നൊരു ലോബിയാണ്. ശരിക്കും ആ ഒരു നടിയുടെ കരിയർ തന്നെ നശിച്ചു എന്ന് പറയാം. ആ രീതിയിൽ ആയിട്ടുണ്ട്. ആരാണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈ ഒരു സെയിം സാധനം തന്നെയാണ് അതുല്യ നടനായ തിലകൻ പറഞ്ഞൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞിട്ടുള്ള ചില നടന്മാർ, ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള പേരിൽ പെട്ട ഒരാൾ ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ കാണിക്കും. അപ്പോൾ അന്നേരം ചോദിക്കും, ആളി ചോദിക്കും, അതെന്താ? ഒന്നുമില്ല, പ്രശ്നമാ, ഇത്ര പറയും, എൻ്റെ പേര് വെട്ടും. ശരിക്കും ഇത് തന്നെയാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത്. ശരിക്കും ആരാണ് മലയാള സിനിമയിലെ പവർ ടീം? ശരിക്കും ഈ ഒരു കരിയർ നശിച്ച ഈ ഒരു നടിയുണ്ടല്ലോ, ആരെയാണ് പുറത്താക്കണമെന്ന് പരാതി കൊടുത്തത് എന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്ന ഒരു പേരാണത്. ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും ഒരു എവിഡൻസ് ഉണ്ടായിട്ടും റിപ്പോർട്ട് പുറത്തു വന്നിട്ടും ഇതിന് ശേഷം ഒരു നടപടി എടുക്കാത്ത എന്താണ്? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.